പണ്ട് സമൃദ്ധമായ കാടിന്റെ ഹൃദയഭാഗത്ത് മിന്നു എന്ന ഒരു ചെറിയ അണ്ണാൻ താമസിച്ചിരുന്നു. കാടിന്റെ ഓരോ മുക്കും മൂലയും അവൻ അറിയാമായിരുന്നു. അവൻ ഊർജ്ജസ്വലതയോടെ മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടി കാടുമുഴുവനും ചുറ്റിക്കറങ്ങും. ഇതൊക്കെയാണെങ്കിലും മിന്നുവിന് ഒരു കാര്യത്തിൽ ആശങ്ക ഉണ്ടായിരുന്നു. അത് രാവും പകലും അവനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ ഇരുട്ടിനെ ഭയപ്പെട്ടിരുന്നു. നല്ല സൂര്യപ്രകാശമുള്ള ഒരു ദിവസം മിന്നു ആഹാരം ശേഖരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗാംഭീര്യമുള്ള ഒരു മൂങ്ങ മരക്കൊമ്പിൽ ഇരിക്കുന്നതു കണ്ടു. സന്യാസി മൂങ്ങ എന്നറിയപ്പെടുന്ന മൂങ്ങ ആയിരുന്നു അത്. അവൻ തന്റെ ജ്ഞാനത്തിന്റെയും സഹായത്തിന്റെയും പേരിൽ കാട്ടിലുടനീളം പ്രശസ്തനായിരുന്നു. കൗതുകത്തോടെ മിന്നു മൂങ്ങയുടെ അടുത്തെത്തി ഇരുട്ടിനെക്കുറിച്ചുള്ള തന്റെ ഭയത്തെ പറ്റി പറഞ്ഞു. ജ്ഞാനിയായ സന്യാസി മൂങ്ങ മിന്നുവിന്റെ ആശങ്കകൾ ക്ഷമയോടെ കേട്ടു. എന്നിട്ട് സൗമ്യമായി പുഞ്ചിരിച്ചു. പ്രിയപ്പെട്ട മിന്നു, അദ്ദേഹം പറഞ്ഞു, ഭയം ജീവിതത്തിന്റെ സ്വാഭാവിക കാര്യമാണ്. പക്ഷേ അത് നാം നിയന്ത്രിക്കേണ്ടതില്ല. ചിലപ്പോൾ നമ്മൾ ഏറ്റവും ഭയപ്പെടുന്ന കാര്യങ്ങൾ നമ്മെക്കുറിച്ചുള്ള വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കും. മിന്നു അമ്പരപ്പോടെ ജ്ഞാനിയായ മൂങ്ങ പറയുന്നത് ശ്രദ്ധയോടെ ശ്രവിച്ചു. നീ നോക്കൂ മിന്നു, ഇരുട്ട് ഭയക്കേണ്ട ഒന്നല്ല, അത് വെളിച്ചത്തിന്റെ അഭാവം മാത്രമാണ്. ഇരുട്ടിനെ തുരത്താൻ എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കുന്നതുപോലെ എപ്പോഴും ഏതൊരു ഭയത്തെയും അതിജീവിക്കാൻ കഴിയുന്ന വെളിച്ചം നിങ്ങളുടെ ഉള്ളിലുണ്ട്. സന്യാസി മൂങ്ങയുടെ വാക്കുകൾ കേട്ട മിന്നു ഒരു നിമിഷം ചിന്തിച്ചു. തന്റെ ഉള്ളിൽ പ്രതീക്ഷയുടെ തിളക്കം അനുഭവപ്പെടുന്നത് അവൻ തിരിച്ചറിഞ്ഞു. തന്റെ ഭയത്തെ കീഴടക്കാൻ തീരുമാനിച്ച മിന്നു ബുദ്ധിമാനായ മൂങ്ങയോട് മാർഗനിർദ്ദേശത്തിനായി ആവശ്യപ്പെട്ടു. തന്റെ കണ്ണുകളിൽ ഒരു തിളക്കത്തോടെ സന്യാസി മൂങ്ങ നിർദ്ദേശിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭയത്തെ ചെറുതായി നേരിടാൻ ശ്രമിക്കാത്തത്? ഇരുട്ടിൽ കൂടുതൽ സുഖകരമാകുന്നതുവരെ എല്ലാ വൈകുന്നേരവും അല്പം കഴിഞ്ഞ് പുറത്തിറങ്ങി തുടങ്ങുക. ഓർക്കുക, എല്ലാ ഘട്ടങ്ങളിലും നിങ്ങളെ പിന്തുണയ്ക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാകും. സന്യാസി മൂങ്ങയുടെ ജ്ഞാനവും പിന്തുണയും കൊണ്ട് പ്രചോദിതനായ മിന്നു ഇരുട്ടിനെക്കുറിച്ചുള്ള ഭയം മറികടക്കാൻ തന്റെ യാത്ര ആരംഭിച്ചു. ദിവസം ചെല്ലുന്തോറും അവൻ കുറച്ചുനേരം പുറത്തുനിന്നു. സന്ധ്യയുടെ മങ്ങിയ വെളിച്ചത്തിൽ ക്രമേണ കൂടുതൽ ആത്മവിശ്വാസം അവനിൽ വളർന്നു. ഒരു സായാഹ്നത്തിൽ സൂര്യൻ ചക്രവാളത്തിന് താഴെ മുങ്ങിയപ്പോൾ, കാടിനെ ഇരുട്ട് വലയം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മിന്നുവിന് അതിശയകരമായ ശാന്തത അനുഭവപ്പെട്ടു. ഓരോ നിമിഷവും കടന്നുപോകുമ്പോൾ ഇരുട്ടിന് തന്റെ മേൽ അധികാരമില്ലെന്ന് അവൻ മനസ്സിലാക്കി. പകരം അത് ലോകമെമ്പാടും പൊതിഞ്ഞ ആശ്വാസകരവും ശാന്തവുമായ ഒരു സമാധാനപരമായ പുതപ്പായിരുന്നു. അന്നുമുതൽ മിന്നു ഇരുട്ടിനെ ഭയപ്പെട്ടില്ല. ഭയം ഒരു വെല്ലുവിളിയാണെന്ന് അവൻ മനസ്സിലാക്കി. ധൈര്യവും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ്. അതിനാൽ ബുദ്ധിമാനായ മൂങ്ങയുടെ മാർഗനിർദ്ദേശവും തന്നിലെ ശക്തിയും ഉപയോഗിച്ച് ഭയത്തെ മറികടക്കുന്നതിനും ഇരുട്ടിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനുമുള്ള വിലപ്പെട്ട ഒരു പാഠം മിന്നു പഠിച്ചു. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾക്കു കീഴെ കാട്ടിലൂടെ കടന്നുപോകുമ്പോൾ തന്റെ വഴിയിൽ വരുന്ന ഏത് വെല്ലുവിളിയെയും വിവേകത്തോടെയും ധൈര്യത്തോടെയും നേരിടാൻ താൻ തയ്യാറാണെന്ന് മിന്നുവിന് മനസ്സിലായി. ഈ കഥയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്, ശരിയായ അറിവിലൂടെയും മാർഗത്തിലൂടെയും നമുക്കുള്ളിലുള്ള ഭയത്തെ അതിജീവിക്കാനും ഭയത്തെ ആസ്വാദനകരമായ കാര്യമാക്കാനും നാമോരോരുത്തരും നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിയുകയും വിവേകപൂർവം അതിനെ ഉപയോഗിക്കുകയും വേണം.